തൂവൽ പോലെ. രചന ഹരിത പ്രാണ. അവതരണം അഷിക. ദിവസങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. രണ്ടാഴ്ചക്കിപ്പുറവും കല്യാണത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തത് കൊണ്ട് ആനിയോട് ഇന്ന് തന്നെ സംസാരിക്കണമെന്ന് കുര്യൻ ഉറപ്പിച്ചിരുന്നു. ആനിയാണെങ്കിൽ അടുത്ത ആഴ്ച തുടങ്ങുന്ന എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. കുര്യ, ഇതിങ്ങനെ വിട്ടാ ഒക്കത്തില്ല. നീ എന്തേലും ഒരു തീരുമാനം എടുത്തേ പറ്റും. ഇതിപ്പോ ആരേലും കേട്ടാൽ തന്നെ എന്താ പറയുക? ഡേറ്റ് പെണ്ണിന്റെ സൗകര്യത്തിന് എടുക്കുന്നുള്ളൂ എന്നാ? നീ തന്നെ നിന്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇല്ലെന്നുണ്ടെ മനസ്സമ്മതം കഴിഞ്ഞാന്നും കാര്യാക്കണ്ട. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു ചെറുക്കനെ നോക്കാം. പലതും മനസ്സിൽ കണക്ക് കൂട്ടി വല്യമ്മച്ചി പറഞ്ഞതും കുര്യനും അത് ശരിയാണെന്ന് തോന്നി. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ തന്നെ ഫെലിക്സിന്റെ സ്വഭാവം ഏകദേശം കുര്യന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവരുടെ ഇഷ്ടത്തിന് അവൻ നിൽക്കില്ല എന്നുള്ളത് കുര്യന് ഉറപ്പായി. അതിലുപരി ആനിയോട് അവൻ കാണിക്കുന്ന സ്നേഹം എന്തുകൊണ്ട് കുര്യൻ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്യുമെന്ന് വിളിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വിചാരിച്ച കാര്യം നേടിയതുപോലെ വല്യമ്മച്ചിയുടെ മുഖം തെളിഞ്ഞു. അങ്ങനെ ഇപ്പൊ നീ സുഖിച്ചു വാഴണ്ട. ആ ചെറുക്കനെ ചീത്ത പറഞ്ഞപ്പോഴേ ഞാനിത് ഉറപ്പിച്ച ഈ കാര്യം. കുറച്ചു നേരത്തെ ഫോൺ വിളിക്ക് ശേഷം അകത്തേക്ക് വന്നപ്പോ കുര്യന്റെ മുഖവും തെളിഞ്ഞിരുന്നു. എന്നാ പറഞ്ഞടാ അവര്? അവർക്ക് സമ്മതമാണ് അമ്മച്ചി. ഉത്തരവാദിത്തം ഇല്ലാണ്ട് നടക്കുന്ന കെട്ടിച്ചാൻ എങ്ങനെയാന്നാ വർക്കിയും ചോദിക്കുന്നത്. അപ്പൊ തന്തക്ക് കാര്യം അറിയാം. അപ്പൊ ഇനി നമുക്ക് മറ്റൊരാലോചന നോക്കാം, അല്ലയോ? നീ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്ക്. പറയാം. വർക്കി വേറൊരു കാര്യം പറഞ്ഞു. വർക്കിയുടെ സുഹൃത്തിന്റെ ഒരു മോനുണ്ട്. ആളൊരു ബിസിനസ്സുകാരനാണ്. അപ്പനും അപ്പാപ്പനും ഒക്കെ ഉണ്ടാക്കിയതിന്റെ 100 മടങ്ങായി വർദ്ധിപ്പിച്ചവൻ. അവനെ കൊണ്ട് ആനിയെ കെട്ടിക്കാമെന്നാ അവര് പറയുന്നത്. അവരാവുമ്പോ അത്യാവശ്യം നല്ല തറവാട്ടുകാരാ. ആനിയെ വർക്കിച്ചൻ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. അല്ലേലും നമ്മുടെ കൊച്ചല്ലേ. ഈ തറവാട്ടിലെ പിള്ളേർ ആർക്കാടെ ഇഷ്ടമാവാത്തെ? നീ ആ വീട്ടുകാരുടെ നമ്പർ വാങ്ങിച്ചു. നമുക്ക് അച്ഛൻപടി തന്നെ ആലോചിക്കാം. ആദ്യം വർക്കി ഒന്ന് ചോദിക്കാന്ന്. മനസ്സമ്മതം ഉറപ്പിച്ച പെണ്ണല്ലേ. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് അവൻ പറയുന്നതാ. അതും ശരിയാ. ദേ വരുന്നുണ്ട് നിന്റെ മോള്. ഇപ്പൊ തന്നെ പറഞ്ഞേക്ക് കല്യാണം മാറ്റിയ കാര്യം. വരട്ടെ. എക്സാമിന് മുന്നേ കൊടുക്കാനുള്ള 2-3 പേപ്പർ സബ്മിറ്റ് ചെയ്യാനായി കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു ആനി. ഈ കഴിഞ്ഞ ആഴ്ചകളിലായി വല്ലപ്പോഴുമുള്ള ഫോൺ വിളികളിലൂടെയൊക്കെ ആനിയും ഫെലിക്സും ഒരുപാട് അടുത്തിരുന്നു. സ്റ്റെപ്പിറങ്ങി താഴേക്ക് വന്നപ്പോ അവൾക്കെതിരെയുള്ളവരെ കണ്ട് പതുങ്ങിയെങ്കിലും പണ്ടത്തെ പോലുള്ള പേടിയൊന്നും ഇപ്പൊ അവൾക്ക് തോന്നിയില്ല. അവരെ മറികടന്ന് പോകാൻ തുടങ്ങിയതും കുര്യച്ചന്റെ വിളി വന്നിരുന്നു. ഒന്ന് നിന്നേ. അതേ നിൽപ്പിൽ അവൾ അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി. നിന്റെ കല്യാണം ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. കുര്യന്റെ സംസാരം കേട്ട് അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടാമെന്ന് ഇന്നലെ ഫെലിക്സ് പറഞ്ഞതാണ്. രാവിലെ പിന്നെ കെട്ടുറപ്പിച്ചെന്ന് പറഞ്ഞപ്പോ അവൾക്ക് നല്ല സംശയം തോന്നി. നിന്റെ സൗകര്യത്തിന് കെട്ടാനല്ല ഞാൻ കാശ് മുടക്കുന്നത്. നിന്റെ സൗകര്യം നോക്കി കെട്ടിയാൽ മതി എന്ന് പറഞ്ഞവനെ ഇനി നിനക്ക് വേണ്ട. വർക്കിയുടെ കൂട്ടുകാരന്റെ മോനുണ്ട് ജിജോ. വലിയ ബിസിനസ്സുകാരനാ. വർക്കി തന്നെ ഈ കാര്യം പറഞ്ഞതു. അതുകൊണ്ട് അവനുമായിട്ടുള്ള ഈ ഇടപാടൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. പിന്നെ ഈ കൊല്ലത്തെ എക്സാം കഴിഞ്ഞ് പഠിപ്പൊന്നും പറഞ്ഞ് ഈ പടി ഇറങ്ങിയേക്കരുത്, കേട്ടല്ലോ? ഭീഷണി മുഴക്കി കുര്യൻ പോയിട്ട് ആന നിന്നിടത്ത് നനങ്ങിയില്ല. അയാൾ പറഞ്ഞത് ഓരോന്നും ചങ്കിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ തോന്നി. അവൾ വേഗം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഇടവഴിയിലൂടെ നടക്കുമ്പോൾ മെയിൻ റോഡിലേക്ക് കയറുമ്പോഴും അവളുടെ മനസ്സിൽ കുര്യന്റെ വാക്കുകൾ മാത്രമായിരുന്നു. പെട്ടെന്ന് അടുത്തുകൂടി ഒരു വണ്ടി പാഞ്ഞു പോയത് അവൾ ഞെട്ടി അകന്നു മാറി. അപ്പോഴാണ് അത്രയും ദൂരം അവൾ നടന്നെത്തിയോ എന്ന് പോലും അവൾ ചിന്തിക്കുന്നത്. പിന്നെ വേഗം ഫോൺ എടുത്ത് ഫെലിക്സിനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. കുറച്ചു ദിവസമായി അവൻ ഷോപ്പിന്റെ കാര്യത്തിനായി ഓടി നടക്കുന്നത് കൊണ്ട് വല്ലാത്ത തിരക്കിലാണ്. വീട്ടിലും കാണാൻ വഴിയില്ല. 1-2 തവണ രണ്ടുപേരെയും മാറി മാറി വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ ആയപ്പോൾ അവൾ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. അവനെ എങ്ങനെയും വിവരം അറിയിക്കണമെന്ന് ഉറപ്പിച്ചു. ഇതേ സമയം ചെന്നൈയിലൂടെയുള്ള യാത്രയിലായിരുന്നു ഫെലിക്സും സൂരജും. ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് പവർ ബാങ്കിൽ ചാർജ് ചെയ്യാനായിട്ടിട്ട് ബാഗിൽ വെച്ചേക്കുവാണ് അവൻ. 3-4 ദിവസത്തെ ഓട്ടവും ക്ഷീണവും രണ്ടുപേരെയും വല്ലാതെ തളർത്തിയിരുന്നു. ബർത്തിൽ കിടന്നത് രണ്ടാളും ഉറങ്ങിപ്പോയിരുന്നു. അപ്പനിത് എന്തിന്റെ ഭ്രാന്താണ്? ഈ വല്യമ്മച്ചി വെളിവില്ലാതെ പറയുന്ന അപ്പാടെ കേട്ട് ചുമ്മാ കൊച്ചിന്റെ ജീവൻ നശിപ്പിക്കാനാണ് അപ്പനിപ്പോ? അയ്യോടാ, ഞാനാണ് ഇപ്പൊ നിന്റെ കൊച്ചിന്റെ ജീവിതം കളഞ്ഞത്. അവളെ വേണ്ടെന്ന് ഒരുത്തൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. അത് കഴിഞ്ഞ് അവളെ ഒരുത്തൻ കയറി കെട്ടാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ല. അവൾക്ക് പിന്നെ ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ മതി എന്നല്ലേ ഉള്ളൂ. അല്ലെ തറവാട്ടി പറഞ്ഞ ഏതെങ്കിലും പിള്ളേര് സമ്മതിക്കൂടാ അങ്ങനെ ഒരു വിവാഹത്തിന്? നിന്റെ പെങ്ങള് ഒരക്ഷരം മിണ്ടാതെ അവന്റെ മേത്ത് കയറി നിൽക്കുന്നത് കണ്ടല്ലോ ഒന്ന്. അവളൊരു പുണ്യാളത്തി. നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി ഞാൻ നശിച്ചവള്. കൊള്ളാം.
നീ ഇതൊന്നും കേൾക്കുന്നില്ല കുര്യ? ആന്റണി, മോനെ അമ്മച്ചി പറയുന്നത് സത്യമല്ലേ? നമ്മളൊക്കെ എത്ര വട്ടം ചോദിച്ച അവളോട്. രണ്ടാളെയും കെട്ടുന്നതിൽ അവൾക്ക് ഒരു എതിർപ്പില്ലായിരുന്നു. അപ്പൊ ഇതോളെ സമ്മതിച്ചോളൂ. ഷേ, അപ്പന് അപ്പന് തോന്നി അവൾ അങ്ങനെയാണെന്ന്. നമ്മളല്ലേ അപ്പൊ അവളെ വളർത്തിയേ? നിങ്ങളോടൊക്കെ ഉള്ള പേടി കൊണ്ടല്ലേ അവൾ ഒന്നിനും ഒരു അഭിപ്രായം പറയാത്തത്. ഇപ്പൊ ചെക്കന് കൊമ്പത്തെ ജോലിയില്ലെന്നും പറഞ്ഞ് നിങ്ങൾ വേണ്ടെന്ന് വെക്കത് അവൾ വിട്ടുകളെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? എന്താ കളഞ്ഞാല്? ജീവിക്കണമെങ്കിലേ അവന്റെ നാക്കിന്റെ സാമർത്ഥ്യമൊന്നും കൊണ്ട് പറ്റത്തില്ല. കാശ് തന്നെ വേണം. അതവന്റെ കയ്യിലില്ലല്ലോ. ഇപ്പൊ പിന്നെ ഒരു ഹോട്ടലിലെ പണിയും പറഞ്ഞ് നടക്കുന്നു. ആർക്കറിയാം ആനയുടെ കയ്യിൽ നിന്ന് സ്വർണവോ പണവോ വാങ്ങുന്നുണ്ടോന്ന്. നിർത്തിക്കോ. ഇനി നിങ്ങൾ മിണ്ടിയ എന്റെ അപ്പന്റെ അമ്മയാണെന്നും നോക്കത്തില്ല. തല്ലി ഇറക്കും ഞാൻ ഇവിടുന്ന്. ആന്റണി, ആരോടെ സംസാരിക്കുന്നത് ബോധമില്ല നിനക്ക്? ആഹാ, മമ്മയുടെ വായിൽ നാവുണ്ടായിരുന്നോ? ഇത്രയും നേരം അവളെ പറഞ്ഞപ്പോ ഈ നാവൊന്നും ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ ഒരു പെണ്ണല്ലേ? അവളെ മറ്റാരും മനസ്സിലാക്കിയില്ലേലും മമ്മ മനസ്സിലാക്കണ്ടേ? അതിനു പകരം അവളെ ഇവരെ പോലെ മമ്മയും കുറ്റപ്പെടുത്തുവാണോ? ആന്റണിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മമ്മ ഇവർക്ക് സപ്പോർട്ട് പറഞ്ഞതല്ല മോനെ. അവളൊരു പെങ്കൊച്ചാ. കെട്ടിക്കേണ്ട സമയത്ത് കെട്ടിച്ചില്ലേ ഇവള് നാളെ നിനക്കൊരു ബാധ്യതയാകും. നിനക്കും ഒരു ഫാമിലി ഉണ്ടാകേണ്ടതാ. അവിടെ അവളൊരു അധികപ്പറ്റാവും. മോന്റെ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് വെച്ചല്ലേ അതിനവളെ. ആന്റണി എന്തോ പറഞ്ഞു തുടങ്ങിയതും അവന്റെ നോട്ടം അറിയാതെ വാതിക്കലിലേക്ക് പോയി. ഒരു നിമിഷം അവന്റെ ഹൃദയം പോലും നിലച്ചു പോകുന്നവന് തോന്നി. വാതിക്കൽ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ആനി. അവൾ ആകെ ക്ഷീണിച്ചു വന്നതുപോലെ തോന്നി ആന്റണിക്ക്. മോളെ. ആന്റണി അവളെ വിളിച്ചതും അവള് തിരിഞ്ഞു പുറത്തേക്ക് ഓടിയിരുന്നു. മോളെ, ആനി. പുറകെ ആന്റണി ഓടിയിറങ്ങിയെങ്കിലും റോഡിൽ നിന്ന് സ്റ്റാർട്ടായി പുറത്തേക്ക് പോകുന്ന ഓട്ടോയാണ് കണ്ടത്. അവൻ വേഗം അകത്തേക്ക് വന്ന് കീയെടുത്ത് കാറിലേക്ക് കയറി. വണ്ടിയെടുത്തെങ്കിലും ആ ഓട്ടോ അവിടെ നിന്ന് അപ്പോഴേക്ക് മാഞ്ഞിരുന്നു. നടന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുമായിരുന്നു കുര്യനും മറ്റു രണ്ടുപേരും. അവൾ എന്തിനാ പോയതെന്നോ അതിനും മാത്രം പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു എന്നായിരുന്നു അവരെപ്പോഴും ചിന്തിച്ചത്. കുറച്ചു ദൂരം ആന്റണി ആ ഓട്ടോയെ തപ്പിപ്പോയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെയും കുറെ നേരം ആന്റണി ആനിയെ തപ്പി നടന്നു. ഇതേ സമയം ആനി ഓട്ടോയിൽ വന്നിറങ്ങിയത് ഫെലിക്സിന്റെ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. പണിക്കാരൊക്കെ പോയി. കുറച്ചു മുന്നേ അവളിവിടെ വന്നതാണ്. അന്നേരം ഫൈസലും നിവിനും ഉണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് വെളുപ്പിനെയുള്ള ട്രെയിനിൽ ഫെലിക്സും സൂരജും ചെന്നൈയിലേക്ക് പോയെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അവളോടൊന്ന് പറയുക പോലും ചെയ്യാതെ പോയതിൽ. എങ്കിലും അവർ വരുന്നതുവരെ എങ്ങനെയെങ്കിലും വീട്ടിൽ പിടിച്ചു നിൽക്കണമെന്ന് ഉറപ്പിച്ചിട്ടാണ് അവൾ വീട്ടിലേക്ക് മടങ്ങിയത്. അതിനേറ്റ പ്രഹരമായിരുന്നു വീട്ടിലെ സംസാരം. വല്യമ്മച്ചിയുടെ, ഇച്ചായന്റെ, അമ്മയുടെയൊക്കെ വാദങ്ങൾ കേട്ടപ്പോൾ സ്വന്തം അമ്മ പോലും കൂട്ടില്ലാത്ത അവസ്ഥ. താൻ കാരണം തന്റെ ഇച്ചായയുടെ കൂടി ജീവിതം നശിക്കുമെന്നുള്ള ഭയം. അതൊക്കെ കൊണ്ടാണ് അവിടെ നിന്നും ഇറങ്ങി വന്നത്. പക്ഷെ പകുതി എത്തിയപ്പോഴാണ് താൻ എവിടേക്ക് പോകുന്ന ആലോചിച്ചത്. പോകാൻ വേറെ ആരെയും അറിയില്ല. വേറെ സ്ഥലവുമില്ല, ആളുകളുമില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. സ്വസ്ഥമായി ഉറങ്ങാൻ ഇന്നൊരു ദിവസത്തേക്ക് ഇത് തന്നെയാണ് പറ്റിയ സ്ഥലം. അവൾ മൂടിയിട്ടിരിക്കുന്നു പച്ച ടാർപ്പോ മാറ്റി അകത്തേക്ക് കടന്നു. അത്യാവശ്യം നല്ല ഏരിയയിലാണ് റെസ്റ്റോറന്റ്. മുന്നിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. എൻട്രൻസിന്റെ ഡോർ ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. അകത്തെ വർക്ക് മുഴുവൻ കഴിഞ്ഞിട്ട് അത് ഫിറ്റ് ചെയ്യൂ എന്നാണ് നിവിൻ പറഞ്ഞിരിക്കുന്നത്. അവൾ അകത്തേക്ക് കയറി. വിശാലമായൊരു ഹാളാണ്. ആദ്യം തന്നെ ഒരു കൗണ്ടർ, അതിനപ്പുറം വലിയൊരു ഹാൾ. അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡിൽ മുകളിലേക്കുള്ള ഒരു സ്റ്റെയറുമുണ്ട്. ആനി നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി. 2-3 ദിവസങ്ങൾക്ക് മുന്നേ അവൾ ഇവിടെ വന്നിട്ടുണ്ട് ഫെലിക്സിനൊപ്പം. അന്ന് അവനാണ് മുകളിലെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയത്. ചില രാത്രികളിൽ 4 അവിടെയാവും ഉറങ്ങുന്നത്. അവൾ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അത്യാവശ്യം വലിയൊരു റൂമാണ്. ഒരു ഡബിൾ കോട്ട് ബെഡും ഒരു സോഫയും ഒരു ഫ്രിഡ്ജും മാത്രമേ ഉള്ളൂ. വാളിൽ തന്നെ ചെറിയൊരു സ്പേസ് ഡ്രസ്സ് വെക്കാനുണ്ട്. അതിനോട് ചേർന്ന് ഒരു ബാത്റൂമും ഉണ്ട്. അത്രയേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾക്കായി 4 കൂടി പ്ലാൻ ചെയ്ത് വന്നതാണ് ഈ റൂം. അവൾ ബെഡിലേക്ക് ബാഗ് വെച്ച് അപ്പുറത്തേക്കിരുന്നു. മനസ്സ് വല്ലാത്തൊരവസ്ഥയിലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിലുപരി ഫെലിക്സിന്റെ അസാന്നിധ്യമാണ് അവളെ കൂടുതൽ തളർത്തിയത്. എങ്കിലും ഒരു വാക്ക് പറയാതെ പോയില്ലേ ഇച്ചായ? ഇവിടെ ഞാൻ ഒറ്റക്ക് ഇച്ചായനെ അറിയുന്നുണ്ടോ? എത്ര വട്ടം ഞാൻ വിളിച്ചു. ഒരു തവണയെങ്കിലും ഫോൺ എടുത്തിരുന്നെങ്കിൽ. അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയായി. മുഖം പൊത്തി ബെഡിലേക്ക് കിടക്കുമ്പോൾ അവളുടെ എങ്ങലടികൾ മാത്രം
ആ ബെഡിങ്ങിൽ കേട്ടുകൊണ്ടേയിരുന്നു. കുറെ നേരമായി ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ടാണ് സൂരജ് വന്ന് ഫോൺ എടുത്തത്. വൈകിട്ടാണ് ചെന്നൈയിലെത്തിയത്. വന്നപാട് റൂമെടുത്ത് ഫ്രഷായി ഒറ്റക്കിടപ്പായിരുന്നു. ഫെലിക്സ് ട്രെയിനിൽ ഉറങ്ങിയത് പോരാഞ്ഞിട്ട് ഇവിടെ വന്നും നല്ല ഉറക്കം തന്നെ. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് ഫോൺ എടുത്തതും അവന്റെ കണ്ണു മിഴിഞ്ഞുപോയി. കുറെ മിസ്ഡുകളും. നിവിനും ഫൈസലും ആനിയും. ആനിയുടേതാണ് കൂടുതൽ. അവൻ വേഗം ആനിയെ തിരികെ വിളിച്ചു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പെട്ടെന്ന് അവൻ നിവിയെ വിളിച്ചു. ഒറ്ററിങ്ങിൽ തന്നെ അവൻ ഫോൺ എടുത്തു. ഹലോ, എവിടെ പോയി ചത്തി കിടക്കുവാടാ നിങ്ങൾ രണ്ടും? അപ്പുറത്ത് ദേഷ്യത്തോടെ കേൾക്കുന്ന നിവിയുടെ ശബ്ദത്തിൽ അവനൊന്ന് ഭയന്നു. എടാ, ഞങ്ങൾ ഉറങ്ങിപ്പോയിരുന്നടാ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോന്നാ? എടാ, ആനി ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു. അവനെ തിരക്കി. ഞാൻ അറിഞ്ഞു ആ പൊട്ടൻ പറയാതെ പോയതെന്ന്. അവള് നീയൊക്കെ പോയ വിവരം അറിഞ്ഞു. അതൊരൊറ്റ കരച്ചില്. പിന്നെ നീയൊക്കെ നാളെ വരുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടല്ലേ അതൊന്ന് പോയത്. അത് കഴിഞ്ഞ് വൈകിട്ട് ആന്റണി വിളിച്ച്. അവിടെ ഏതാണ്ട് സംസാരം ഉണ്ടായി. അതാ കൊച്ചു കേട്ടോണ്ട് വന്നു. ആന്റണി എന്തോലും പറയുന്ന മുന്നേ ആ കൊച്ചു അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടോ പോയി. ഇപ്പൊ ഞങ്ങൾ അവളെയും തിരക്കി നടക്കുക. അതിനൊക്കെ നിന്നെയൊക്കെ എത്ര വട്ടം വിളിച്ച്. എടാ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലടാ. പിന്നെ നിനക്കറിയില്ലേ, 2-3 ദിവസമായിട്ടുള്ള ഓട്ടോവാ. അത് കാരണം ട്രെയിനിലും പിന്നെ ഇവിടെ വന്ന് തന്നെ ഉറക്കം തന്നെയായിരുന്നു. പിന്നെ ആനി എന്നെയും വിളിച്ചിട്ടുണ്ട്, പക്ഷെ എടുത്തില്ല ഞാൻ. നന്നായി. അവനെവിടെ? ആ പെങ്കൊച്ചിനോട് ഒരു വാക്ക് പോലും പറയാണ്ട് മുങ്ങിയ മഹാൻ. അവനിപ്പോഴും നല്ല ഉറക്കവാ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഉറക്കം. കൊടുക്കട ആ പന്നിയുടെ നടുവിനൊരെണ്ണം. എന്നിട്ട് പോയ കാര്യം നടത്തുകയോ നടത്താതെയോ വേഗം നാട്ടിലേക്ക് വരാൻ നോക്ക്. അത്രമാത്രം പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ നിവിൻ ഫോൺ കട്ടാക്കി. അപ്പോഴേക്കും സൂരജ് വേഗം ഫോൺ അവിടെ വെച്ച് ഫെലിക്സിനെ വിളിച്ചുണർത്തി. ഡാ, എണീറ്റ്, മതി. എന്താടാ നിനക്ക്? നിന്നോട് പറഞ്ഞിട്ടില്ല കിരണേ, ഇത്തിരി കഴിഞ്ഞെണീക്കാൻ ഞാൻ. നീ എപ്പോഴെങ്കിലും എണീക്ക്, ഞാൻ നാട്ടിൽ പോവാ. ആനിക്കൊച്ചിനെ കാണുന്നില്ലെന്ന്. എന്താ പറഞ്ഞേ? ആനി? ആ, ആനയെ കാണുന്നില്ല. നിവിയ ഇപ്പൊ വിളിച്ച് പറഞ്ഞേ. ഇന്ന് രാവിലെ തൊട്ട് അവളും അമ്മമാരും നമ്മളെ കിടന്ന് വിളിക്കുക. അല്ല, നിന്റെ ഫോൺ എന്തേ? എന്റെ ഫോൺ അത് ബാഗില്. അവൻ വേഗം ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. കുറെ മിസ്ഡുകൾ കിടക്കുന്നു. അതിൽ ആനിയുടെ പേരിൽ മാത്രം അവന്റെ കണ്ണുകൾ തങ്ങി നിന്നു. അവൻ വേഗം തിരികെ വിളിച്ചു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോൺ ഓഫാണ്. ഞാനും വിളിച്ചു നോക്കി. ആന്റണി അന്നേരം തൊട്ട് തിരക്കുവാ. പോകാൻ സാധ്യതയുള്ള എല്ലാടെ എല്ലാം തിരക്കി. പക്ഷെ എങ്ങും കണ്ടില്ല. എടാ, പക്ഷെ പെട്ടെന്ന് അവളെ കാണാതാവും മാത്രം എന്താടാ ഉണ്ടായേ? സംശയത്തോടെ അവൻ ചോദിച്ചതും സൂരജ് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ പെണ്ണും പിള്ളക്കിട്ടാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇനിയിപ്പോ എങ്ങനെയാ, പോകുമല്ലേ? അതെ, നീ റെഡിയാകും, സൂരജിനോട് പറഞ്ഞുകൊണ്ട് ഫെലിക്സ് ബാത്റൂമിലേക്ക് കയറി. ഇരുവരും വേഗം തന്നെ ഹോട്ടലിൽ നിന്നിറങ്ങിയിരുന്നു. ട്രെയിനിലെത്താൻ സമയം ഒരുപാട് എടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈറ്റിലാണ് ഇരുവരും പോയത്. ഇതുവരെ ഫെലിക്സിനെ ഇത്രയും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കണ്ടിട്ടില്ലെന്ന് സൂരജിന് തോന്നി. എന്തായാലും കുര്യനും അയാളുടെ അമ്മയ്ക്കുള്ളത് ഉറപ്പായി. ഇതേ സമയം റൂമിൽ അവൾ സുഖനിദ്രയിലായിരുന്നു. പ്രാണനും കൈപ്പിടിച്ച് ഒരുവൻ അവളുടെ അടുത്തേക്ക് വരുന്നത് പോലും അറിയാതെ സമാധാനത്തോടെ വർഷങ്ങൾക്ക് ശേഷം അവൾ ഉറങ്ങി. തുടരും.